ഹായ് നമസ്കാരം കൂട്ടുകാരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നമുക്കിവിടെ രാവിലെ നല്ല മഴ പെയ്യുവാണേ. മഴ എല്ലാ ദിവസമൊന്നും ഇല്ല, ചില ദിവസങ്ങളിൽ നല്ല തെളിവായിരിക്കും, നല്ല വെയിലൊക്കെ കിട്ടും. ഇപ്പം 2-3 ദിവസമായിട്ട് തുടർച്ചയായിട്ട് അങ്ങനെ മഴ പെയ്യാറൊന്നുമില്ല, നല്ല വെയിലൊക്കെ ഇടയ്ക്ക് കിട്ടാറുണ്ട്. അപ്പം അതുകൊണ്ട് നമുക്ക് ഉണക്കാനുള്ളതൊക്കെ ഉണക്കി എടുക്കാനൊക്കെ പറ്റുന്നുണ്ട്. അപ്പോൾ ദേ നമ്മുടെ ചാമ്പക്കയൊക്കെ നന്നായിട്ട് പഴുത്ത് കിടക്കുകയാണേ. ഒരുപാട് താഴെ വീണൊക്കെ പോയിട്ടുണ്ടായിരുന്നു. ഈ മഴ പെയ്ത സമയത്തൊക്കെ ഒരുപാട് ഇങ്ങനെ കാറ്റടിച്ചിട്ട് എല്ലാം താഴെ വീണ് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ അതെല്ലാം വാരി കളയാനൊക്കെ ഭയങ്കര കഷ്ടപ്പാടാണ്. പിന്നെ റോഡിലൂടെ വണ്ടിയിൽ വരുന്നവരൊക്കെ ഇത് കണ്ടിട്ട് ഈ ആപ്പിൾ ചാമ്പക്കയാണ്, ഇതിൻ്റെ നിറം കണ്ടിട്ട് എല്ലാവരും അത് പറിച്ചുകൊണ്ടൊക്കെ പോകാറുണ്ട് കേട്ടോ. ഒരുപാട് ഇഷ്ടമുള്ളവരും ഉണ്ട് ഈ ചാമ്പയ്ക്ക. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ഇന്ന് കഴിക്കാൻ ഉണ്ടാക്കുന്നത് ഇഡ്ഡലിയാണ് കേട്ടോ. അപ്പോൾ ഇഡ്ഡലിക്ക് ഞാനൊരു ചമ്മന്തിക്കറി ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഇത് ദോശയ്ക്കും ഇഡ്ഡലിക്കും ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ചമ്മന്തിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ തേങ്ങയും തേങ്ങ ചമ്മന്തിയാണ്. അപ്പോൾ അതിൻ്റെ കൂടെ പച്ചമുളകും ഇഞ്ചി എല്ലാം കൂടെ അരച്ചിട്ടുള്ള ചമ്മന്തിയാണ്, എല്ലാവർക്കും അറിയാം. അപ്പോൾ ചമ്മന്തി റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഇഡലി നേരത്തെ തന്നെ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ രാവിലെ കഴിക്കാനുള്ളത് ഇതാണ്. പിന്നെ നമുക്ക് ചായ ഇടണം. അപ്പം ഞാൻ വേറെ കുറച്ച് അധികം ഉണ്ടാക്കിയിട്ടുണ്ട്. ബാക്കി വന്നാൽ നമ്മൾ വൈകുന്നേരം കഴിക്കും. പിന്നെ ഞാൻ പോയിട്ട് പാല് വാങ്ങിച്ചിട്ട് വന്നിട്ട് ചായയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നേ. അപ്പോൾ രാവിലെ തന്നെ ഒരു ചായ എല്ലാവരും കുടിക്കും. അപ്പോൾ ചായ കൂടി എല്ലാം കഴിഞ്ഞ് പിന്നെ നമ്മൾ രാവിലെ ഉണ്ടാക്കിയത് ബ്രേക്ക്ഫാസ്റ്റും ഒക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് നമുക്ക് ജോലികളൊക്കെ ഒന്ന് പെട്ടെന്ന് തീർക്കണം. കാരണം വെച്ചാൽ ഇന്ന് കുഞ്ഞിനെ ഒന്ന് ഡോക്ടറെ കാണിക്കാൻ പോണേ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് കറി വയ്ക്കാനൊന്നും വാങ്ങിച്ചിട്ടില്ല, മീൻ വാങ്ങാനായിട്ട് മോൻ പോകാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതേ ആളിവിടെ ഹാളിൽ കൊണ്ടുവന്ന് കിടത്തി കളിപ്പിക്കണേ. ഉറങ്ങിയിട്ടൊന്നുമില്ല, ഇന്നലെ കുറച്ച് ലേറ്റായിട്ടാണ് ഉറങ്ങിയത്. അപ്പം രാവിലെ കുറച്ച് സമയം കിടന്ന് ഉറങ്ങി. പിന്നെ ഇപ്പോൾ കുറച്ച് സമയം കളിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ കൊണ്ടുവന്ന് എല്ലാവരും ഉണ്ട്. അപ്പം അങ്ങനെ കളിക്കാൻ കിടത്തിയിരിക്കുകയാണ്. പിന്നെ നമുക്ക് റേഷൻ കടയിൽ പോകണമായിരുന്നു. റേഷൻ കട ചേട്ടായിയാണ് പോയത്. അപ്പം പോയിട്ട് വന്നപ്പോൾ സാധനങ്ങളെല്ലാം ഓട്ടോയിലാണ് വാങ്ങി സാധനങ്ങൾ കൊണ്ടുവന്നത്. അപ്പോൾ അത് വണ്ടിയിൽ നിന്ന് ഇങ്ങോട്ട് ഇറക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് എടുത്തുകൊണ്ട് പോയി. ഇപ്പം എനിക്കാണെങ്കിലും ചെന്ന് എടുക്കാൻ പറ്റത്തില്ല, കൈക്ക് വയ്യാതിരിക്കുന്നതുകൊണ്ട് തൂക്കി എടുക്കാൻ പറ്റത്തില്ല. ചേട്ടായിക്ക് നടുവിനും വയ്യ. അപ്പോൾ അതുകൊണ്ട് വണ്ടി അകത്തേക്ക് തന്നെ കയറ്റിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് മോൻ പോയിട്ട് മീൻ വാങ്ങാന്നൊക്കെ പറഞ്ഞിട്ട് മീൻ വാങ്ങിക്കൊണ്ട് വരാമെന്ന് പറഞ്ഞു. അപ്പം അത് കൊണ്ടുവന്നിട്ട് വേണം അതൊക്കെ കറി വെച്ചിട്ട് നമുക്ക് ജോലി ഒന്ന് പെട്ടെന്ന് തീർക്കാനായിട്ട്. അപ്പോൾ ഇത് രാവിലെ ചെറുതായിട്ട് മഴ പെയ്തെന്ന് ഞാൻ പറഞ്ഞില്ല. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് കാലാവസ്ഥ നമുക്ക് അനുകൂലമായി കേട്ടോ. വെയിലൊക്കെ അയറിച്ച് അങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ കുഞ്ഞ് ചെറിയ വഴക്കൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി കുഞ്ഞിനെ ഒന്ന് ഉറക്കണം. പിന്നെ അനിക്കുട്ടിക്കും കുറേ കാര്യങ്ങളുണ്ട്. തുണി ഒക്കെ ഒന്ന് ഇപ്പോൾ വിരിച്ചിടണം, വെയിലറിച്ചില്ലേ. അപ്പോൾ നനച്ച് വെച്ച തുണികളൊക്കെ ഉണ്ട്. പിന്നെ കുളിക്കണം, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ. അപ്പോൾ മോൻ പോയിട്ട് മീൻ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി അതൊന്ന് കറി വയ്ക്കാമെന്ന് ഞാൻ കരുതുകയാണ്. അപ്പോൾ കൊണ്ടുവന്ന മീൻ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കണ്ണിയേലെന്ന് പറയും, കണ്ണിയേലെന്നാണ് നമ്മളിവിടെ പറയുന്നത്. അപ്പോൾ അത് ഞാനത് പിന്നെ വെട്ടി ക്ലീൻ ചെയ്തൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമുക്ക് കറി വയ്ക്കാൻ പോവുകയാണ്. പിന്നെ ഒരു തോരൻ ഉണ്ടാക്കണം. അപ്പോൾ ഞാനൊരു ചെറിയൊരു പോക്ക ഇരിപ്പുണ്ടായിരുന്നു, വാഴച്ചുണ്ടെന്ന് പറയും കേട്ടോ. അപ്പോൾ വാഴച്ചുണ്ട് ചെറുതായിരുന്നു. അപ്പോൾ അതിൻ്റെ കൂടെ പച്ചക്കായും കൂടെ ഞാൻ അരിഞ്ഞെടുത്തു. അപ്പോൾ അതൊന്ന് തോരനാക്കി എടുക്കാമെന്ന് വിചാരിക്കുകയാണ്. പിന്നെ ആ കണ്ണിയിൽ കിട്ടിയത് ഞാൻ ക്ലീൻ ചെയ്തെടുത്ത് അത് കറി വെച്ചിട്ടുണ്ടായിരുന്ന. തേങ്ങ അരച്ചല്ല ഞാൻ കറി വെച്ചത്, മുളകിൽ വെച്ചിട്ട് അതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ് ഇങ്ങനെ കറി വെച്ച് കൂട്ടാനായിട്ട്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് കേട്ടോ. തേങ്ങാപ്പാലിലൊന്ന് കറി വെച്ച് നോക്കൂ, നല്ല ടേസ്റ്റാണ്. അപ്പോൾ കറിയും ഒക്കെ റെഡിയായി. അപ്പോൾ ഇതിനിടയ്ക്ക് കുഞ്ഞ് വഴക്കിട്ടപ്പോഴത്തേക്ക് ഞാൻ പിന്നെ പോയിട്ട് കുഞ്ഞിനെ ഉറക്കിയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ കുഞ്ഞിനെ ഉറക്കി ഞാൻ അവിടെ ഹാളിൽ തന്നെ അവിടെ സെറ്റ് ചെയ്ത് കിടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചേട്ടായി ഉണ്ട് അവിടെ. ചേട്ടായിനെ അവിടെ ഇരുത്തിയിട്ട് ഞാൻ പിന്നെ പോയിട്ടാണ് പിന്നെ തോരനൊക്കെ വെച്ചത്. അപ്പോൾ അനുക്കുട്ടി ഇതിനിടയ്ക്ക് തുണി വിരിക്കാനും കുളിക്കാനും ഒക്കെ ആയിട്ടൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ തോരനും ഇവിടെ റെഡിയായി. ഞാൻ ആ പോക്കായ എന്ന് പറഞ്ഞാൽ മനസ്സിലാവുക, വാഴച്ചുണ്ടാണ് കേട്ടോ. ഇവിടെ പോക്കയെന്നും പറയും. അങ്ങനെ വേവിച്ച് വെച്ച പച്ചക്കായും കൂടെ അതിലേക്ക് ചേർത്ത് ഞാനത് തോരനാക്കിയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ പച്ചക്ക വേവിക്കാൻ വെച്ചും പോയപ്പോഴത്തേക്ക് കുഞ്ഞിനെ ഉറക്കിയിട്ട് വന്നപ്പോഴത്തേക്ക് പച്ചക്ക നന്നായിട്ട് വെന്ത് പോയിട്ടുണ്ടായിരുന്നു. കുഴപ്പമില്ല, വാഴച്ചുണ്ടിൻ്റെ കൂടെ ആകുമ്പോഴത്തേക്കും മിക്സ് ചെയ്യുമ്പം അത് അത്രയും എന്തായാലും കുഴപ്പമില്ല, നമുക്ക് കഴിക്കാനല്ല അല്ലേ.
അപ്പോൾ അങ്ങനെ തോരനുമൊക്കെ റെഡിയാക്കിയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് അനുക്കുട്ടി വന്നിട്ട് അനുക്കുട്ടിക്ക് കുറച്ച് മോര് കാച്ചിയത് വേണമെന്ന് പറഞ്ഞിട്ട് വെള്ളരിക്ക അരിഞ്ഞ് അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതിനുള്ള തേങ്ങ കൂട്ടുമൊക്കെ ഒന്ന് അരച്ച് തന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് കുഞ്ഞുണർന്നിട്ടുണ്ടായിരുന്നു. പിന്നെ കുഞ്ഞിനെ എടുത്തുകൊണ്ട് അനുക്കുട്ടി പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ അതിനുള്ള വറയൊക്കെ ഒന്ന് താളിച്ച് മോരിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ മോര് കറിയും റെഡിയായി കിട്ടിയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ കുറച്ച് മോരേ ഇരിപ്പുള്ളായിരുന്നു. അപ്പോൾ നമ്മളൊരു കുഞ്ഞ് മോര് കാച്ചിയതാണ് ഉണ്ടാക്കിയത്. പിന്നെ നമുക്ക് ഊണ് കഴിക്കാനായുള്ള സമയമൊന്നും ആയിട്ടില്ല. എങ്കിലും നമ്മൾ ഹോസ്പിറ്റലിൽ പോകേണ്ട കാരണം പിന്നെ പാത്രത്തിലേക്കൊക്കെ ഒന്ന് ഒഴിച്ചൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് ഉണങ്ങാനിട്ടിരുന്ന തുണികളൊക്കെ ഒന്ന് എടുക്കാൻ വേണ്ടിയിട്ടൊക്കെ പോയിട്ടുണ്ടായിരുന്നു ഇടയ്ക്ക്. അങ്ങനെ അതൊക്കെ എടുത്തൊക്കെ ഇട്ട് നമ്മൾ വേഗം റെഡിയായി അങ്ങനെ ഹോസ്പിറ്റലിലേക്ക് നമ്മൾ പോന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ദേ ഞങ്ങൾ ഹോസ്പിറ്റലിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവിടെ ചെന്ന് നമ്മൾ ഡോക്ടറെ കണ്ട് ഞങ്ങൾ അധികം തിരക്കൊന്നും ഇല്ലായിരുന്നു. നമുക്ക് പെട്ടെന്ന് പോരാനൊക്കെ പറ്റിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വരുന്ന വഴിക്ക് വാങ്ങിക്കാനൊക്കെ ഉണ്ടായിരുന്നേ. അങ്ങനെ പിന്നെ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് നമ്മൾ ഒരു ബേക്കറിയിലും കയറിയിട്ടുണ്ടായിരുന്നു. കുറച്ച് ബേക്കറി ഐറ്റംസും കൂടെ മേടിക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കൂടെ വാങ്ങിയിട്ട് പോരാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ ബേക്കറിയിലേക്ക് പോയപ്പോഴത്തേക്ക് അവർ രണ്ടുപേരും കൂടെ പോയത്. അപ്പം ഞാനവിടെ വണ്ടിയിലിരിക്കുകയായിരുന്നു കുഞ്ഞിനെയായിട്ട്. അപ്പോൾ ഇനിയിപ്പം നമ്മുടെ വീട്ടിലേക്ക് അധികം ദൂരമില്ല. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെയുള്ളൂ. കൂട്ടുകാർക്ക് ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ വീഡിയോ കാണാൻ പറ്റുന്ന പുതിയ കൂട്ടുകാരൊക്കെ ആണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൂടെ കൂട്ടാക്കാൻ മറക്കല്ലേ. അപ്പോൾ കൂട്ടുകാരെ, പുതിയ വിശേഷങ്ങളായിട്ട് നമുക്ക് ഉടനെ കാണാവേ. അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും ടാറ്റാ, ബൈ ബൈ, ഓക്കെ, സീ യു, ബൈ.